അതിന് കുറേ നാളായിട്ട് പെൻഡിങ് ആണ് വിവോ X200FEന്റെ റിവ്യൂ. എന്തായാലും 7 ദിവസമായിട്ട് ഞാൻ ഉപയോഗിച്ച ശേഷം ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇതിനെപ്പറ്റി എഴുതി വെച്ചിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം നിങ്ങൾ വാങ്ങണോ വേണ്ടോ എന്ന് തീരുമാനം എടുക്കുക. പ്ലസ് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അതിനകത്ത് നിങ്ങൾ ചോദിച്ച കുറച്ച് ഡൗട്ട്സും കൂടി ഞാൻ ഈ വീഡിയോയിൽ ക്ലിയർ ചെയ്യാം. ബിഫോർ ദാറ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പോവാം. സോ ഇതാണ് നമ്മുടെ ഫോണിന്റെ ഡിസൈൻ. ഇൻ ഹാൻഡ് ഫീൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നല്ല രസമുണ്ട് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ. ഒരു വൺ ഹാൻഡ് ഉപയോഗിക്കാനുള്ള ഫോണുകൾ നോക്കി നടക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പെർഫെക്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിലുള്ള ഈ കളർ കണ്ടോ, ഇത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ഒരു പ്രത്യേകതരം കളറാണ്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വേറൊരു കളറുണ്ട്, ലെക്സ് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടും. അത് കാണാൻ ഞാൻ ഇവന്റിന് പോയ സമയത്ത് കണ്ടായിരുന്നു, ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. എന്തായാലും ഇത് ഈ സൈഡ് കണ്ടോ ഒരു ലൈറ്റ് കളറാണ്, പക്ഷേ ഇതിൻ്റെ ഫ്രെയിം ബ്ലാക്ക് ആണ്. അപ്പോൾ അങ്ങനെ സൈഡിൽ നിന്നൊക്കെ കാണുമ്പോൾ രസമുണ്ട്. ആൻഡ് ഈ ഫ്രെയിമിൽ നമുക്ക് ചുറ്റും ആൻറ്റണ ബാൻഡ്സ് കാണാം, കൈ പിടിക്കുമ്പോൾ ഒരു തണുപ്പുണ്ട്. ഇത് ഒരു മെറ്റാലിക് ഫ്രെയിമാണ്. ആൻഡ് ഇതിനെ വേർതിരിച്ച് നിർത്തുന്ന സംഭവമാണ് ഈ ഒരു വലിയ ക്യാമറ ലേഔട്ട്. ഈ കുഞ്ഞ് ബാക്കിൽ വലിയ ക്യാമറ ലേഔട്ട് ആയിട്ട് കാണുമ്പോൾ ഒരു ആൾക്കാരെ ആകർഷിക്കുന്നുണ്ട്. ഇവിടെയായിട്ട് നമ്മുടെ വിവോയുടെ റിംഗ് ടൈപ്പിലുള്ള ഓറ ലൈറ്റ് ആ ഒരു ഫ്ലാഷ് കൊടുത്തിട്ടുണ്ട്. 3 സൈസിന്റെ ക്യാമറ കാണാം. ആൻഡ് മുന്നിൽ ഇതാണ് ഡിസ്പ്ലേ. ഭയങ്കര കുഞ്ഞു ബസലാണ്, നോക്കിയേ, ഈക്വൽ സൈസ്ഡ് ബസലാണ്, നല്ല കുഞ്ഞു ബസൽ. പിന്നെ ഇതിനകത്ത് IR ബ്ലാസ്റ്റർ ഉണ്ട്. അത് ഇങ്ങനെ നോക്കി അവിടെ കണ്ടോ ചെറിയൊരു ഡോട്ട്, അവിടെയാണ് IR ബ്ലാസ്റ്റർ കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡ് മാറ്റ് ഫിനിഷ് ആണ്, അതുകൊണ്ട് കേസ് ഇല്ലാതെ ഉപയോഗിക്കുവാണെങ്കിൽ സ്ലിപ്പ് ആവാൻ സാധ്യതയുണ്ട്. ഇത് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ കേസ് തരുന്നത്. ആൻഡ് ഐ റിയലി ലൈക്ക് ദിസ് കേസ്. ഇത് നല്ല എന്താ പറയുക, നല്ല ക്വാളിറ്റിയിലുള്ളൊരു സിലിക്കൺ കേസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇടുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഈ ഒരു ലുക്കാണ് വരുന്നത്. ചെറിയ രീതിക്ക് സൈഡ്സ് ഒക്കെ ഒന്ന് എംബോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇവിടെ കണ്ടാൽ മനസ്സിലാവും. സോ ഇങ്ങനെയൊക്കെ ഫോൺ വീണ് കഴിഞ്ഞാൽ പോലും സ്ക്രീനൊന്നും പറ്റാതിരിക്കാൻ. ആൻഡ് ക്യാമറ മൊഡ്യൂളിൻ്റെ അവിടെയും ചെറിയൊരു ബമ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേസ്. സോ വേറെ സെപ്പറേറ്റ് കേസ് വാങ്ങിക്കേണ്ട, നല്ല ക്വാളിറ്റി കേസ് തന്നെയാണ് ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഗുഡ് തിങ്. ആൻഡ് ഇതാണ് ബോക്സ്. വലിയ X200ൻ്റെ ഒക്കെ ആ ഒരു സീരീസ് വരുന്ന പോലത്തെ സെയിം ആ ഒരു വലിയ പ്രീമിയം ബോക്സ് തന്നെയാണ്. ഇനി പ്രീമിയൻ്റെ കാര്യം പറയുമ്പോൾ ബോക്സിനകത്ത് ഈ ഒരു കാർഡും കൂടെ നിങ്ങൾക്ക് കിട്ടും. ഇത് XCare എന്ന് പറഞ്ഞാണ്. X200 സീരീസ് നിങ്ങൾ എടുക്കുമ്പോൾ ആ ഒരു എക്സ്ട്രാ ഒരു പ്രീമിയം കസ്റ്റമർ ആണല്ലോ, ഒരു പ്രീമിയം സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള പരിപാടിക്ക് വേണ്ടിയാണ്. പൊതുവേ വിവോയുടെ സർവീസ് നല്ലതാണ്, അതിലൊരു എക്സ്ട്രാ സംഭവം കൂടി. ഡിസ്പ്ലേ കൊള്ളാം, എനിക്കൊന്നും പറയാനില്ല. ഇത് ഒരു 6.3 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ്. 1.5K റെസൊല്യൂഷൻ ഉള്ള ഒരു LTPO AMOLED ഡിസ്പ്ലേ. 1 Hz 120 Hz വരെ വേരിയബിളി റിഫ്രഷ് റേറ്റ് ആവുന്ന ഒരു ഡിസ്പ്ലേ. AMOLED ആണ്, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. 5000 nitsന്റെ ബ്രൈറ്റ്നസ് ആണ് ഇതിനുള്ളത്. ഡയറക്റ്റ് സൺലൈറ്റിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒന്നും യാതൊരു പ്രശ്നവും ഈ ഒരു ഫോണിനില്ല. വെയിറ്റ് ഏകദേശം 190 ഗ്രാമാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സൈസ് കാണുമ്പോൾ നമുക്ക് ഇത്രയും വെയിറ്റ് ഉണ്ടെന്ന് പ്രതീക്ഷിക്കില്ല. പക്ഷേ കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രീമിയം ആയിട്ടുള്ള ഒരു സ്ലാബ് ഒക്കെ ഹോൾഡ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീൽ വരുന്നുണ്ട്. ആൻഡ് 190 ഗ്രാമിന് ഒരു കാരണം കൂടി ഉണ്ട്. അല്ല, ആദ്യം ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ പറയാം, അതിനുശേഷം ഇതിന്റെ പോരായ്മകൾ എന്താണെന്ന് പറയാം. ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം പ്രൈമർലി ക്യാമറ തന്നെയാണ്. ഒരു ക്യാമറ സെൻട്രിക് കോമ്പാക്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൈമറി ക്യാമറയും സെക്കൻഡറി ക്യാമറയും എല്ലാം 50 മെഗാ പിക്സലിൻ്റെയാണ്. സയസിൻ്റെ കൊളാബറേഷനിലുള്ള ഒരു സൈസിൻ്റെ കളർ സയൻസും ഒപ്റ്റിക്സും എല്ലാം ഉള്ളതാണ്. ഫോട്ടോ സാമ്പിൾസ് ഞാനിവിടെ കാണിച്ചു തരാം. ഇനി പല ആൾക്കാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇപ്പം നിങ്ങളൊരു കടയിൽ പോവുകയാണ്, ഈ ഒരു ഫോൺ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ക്യാമറ ഇങ്ങനെ ഓൺ ആക്കും. ഓപ്പൺ ആക്കിയിട്ട് ഒരു പ്രിവ്യൂ കണ്ടിട്ട് ഇങ്ങനെ നോക്കിയിട്ട് കുഴപ്പമില്ല അല്ലേ ക്യാമറ, ഇങ്ങനെ പ്രിവ്യൂ കണ്ട് ജഡ്ജ് ചെയ്യുന്ന പരിപാടി ഐ തിങ്ക് ഈ ഫോണിൽ നിങ്ങൾ ചെയ്യരുത്. അതിന് കാരണമുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഇതിൽ ഒരു ഫോട്ടോ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ വലിയ രസമുള്ള ഫോട്ടോ ആയിട്ട് തോന്നില്ല. പക്ഷേ ഇച്ചിരി സമയം കൊടുക്കുക, ഒരു 2, 3, 4 സെക്കൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രോസസ്സിങ് ഉണ്ട്. ആ പ്രോസസ്സിങ് കഴിഞ്ഞ് കാണുമ്പോഴാണ് ആ ഒരു ഫീൽ വരുന്നത്. പിന്നെ കുറച്ച് കൺഫ്യൂസിങ് അല്ലെങ്കിൽ ഫീച്ചർ റിച്ച് ക്യാമറ ലേഔട്ട് ആണെന്ന് പറയാം. കാരണം ഈ സയസിന്റെ തന്നെ ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് ഫിൽറ്റേഴ്സ് ഇതിനകത്തുണ്ട്. പക്ഷെ പൊതുവേ X200 സീരീസ് ഒക്കെ പേര് കേട്ടിട്ടുള്ളത് പോർട്രേറ്റ് ഫോട്ടോസിനാണ്. പോർട്രേറ്റിനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ടെലിഫോട്ടോ ക്യാമറ കൊടുത്തിട്ടുണ്ട്. പോർട്രേറ്റ് മോഡിനകത്ത് വരുമ്പോഴാണ് ക്യാമറ ലേഔട്ടിൽ ഫീച്ചേഴ്സ് കുത്തി നിറച്ച ആ ഒരു ഫീൽ വരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം സയസിന്റെ പല ടൈപ്പ് ബൊക്കെ മോഡുകളുണ്ട്. താഴെയായിട്ട് കുറെ അധികം ബ്യൂട്ടി ഓപ്ഷൻസ് ഉണ്ട്. അതിന് താഴെ സയസിന്റെയും പലതരം ഫിൽറ്റേഴ്സ് ഉണ്ട്. അതിന് താഴെ നിങ്ങൾക്ക് ഒരു പോർട്രേറ്റ് ലെൻസ് കിറ്റ് കാണുന്നുണ്ട്. ഇങ്ങനെ പലതരം സാധനങ്ങളുണ്ട്. അപ്പൊ ഏത് കോമ്പിനേഷൻ വെച്ച് എങ്ങനെ എടുക്കും എന്ന് പല ആൾക്കാർക്കും കൺഫ്യൂഷൻ ആവും. ആൻഡ് ഇവിടെ ഞാൻ ശ്രദ്ധിച്ച കാര്യം, ഫോട്ടോ ഔട്ട്പുട്ട്സ് ആർ റിയലി അമേസിങ്. പക്ഷേ ക്ഷമ വേണം. നിങ്ങൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ചറപറ പോർട്രേറ്റ് ഫോട്ടോസ് ക്ലിക്ക് ചെയ്ത് ഗാലറി പോയി നോക്കിക്കഴിഞ്ഞാൽ ഒന്നിൻ്റെയും എഡ്ജ് ഡിറ്റക്ഷൻ വലിയ രസം ഉണ്ടാവില്ല, ഫോട്ടോ കാണാനേ കൊള്ളില്ല. പക്ഷേ വെയിറ്റ് ചെയ്യുക. എത്ര ഫോട്ടോ നിങ്ങൾ എടുത്തു എന്നനുസരിച്ചിരിക്കും വെയിറ്റിംഗ്. ഇപ്പോൾ 1-2 ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു 5 സെക്കൻഡ് എങ്കിലും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം പ്രോസസ് ആയി കഴിയുമ്പോൾ പെട്ടെന്ന് എഡ്ജ് ഡിറ്റക്ഷൻ ഒക്കെ അടിപൊളിയാവുന്നു. ഇപ്പോൾ ഫോട്ടോ എടുത്തപ്പോൾ ആളിങ്ങനെ ഓടുമ്പോൾ മോഷൻ ബ്ലർ ഉണ്ടായി, ആ മോഷൻ ബ്ലർ ഇല്ലാണ്ട് ആൾ തിരിച്ച് സോളിഡ് സ്റ്റേറ്റിലേക്ക് വരുന്നു. സോളിഡ് സ്റ്റേറ്റ്
സോ സൂത്ര പരിപാടികൾ മൊത്തം ഇതിന്റെ സോഫ്റ്റ്വെയറും ആ ഒരു പ്രോസസ്സിങ്ങിലുമാണ്. ഈവൻ നോർമൽ ക്യാമറ ലേഔട്ടിൽ താഴെ ഒരു ആരോ കണ്ടോ? ഈ ആരോ ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ വേറൊരു സംഭവം വന്നത് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി മോഡാണ്. ഇതിനകത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇതിലും പലതരം ഫിൽറ്റേഴ്സ് ഉണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിൽറ്റർ അങ്ങനെയൊക്കെ. സോ ഒരു ഫീച്ചർ പാക്ഡ് ക്യാമറ ഫോണാണ് ഇത്. ഓൾസോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവം, ഞാൻ ഇന്നേ വരെ ഉപയോഗിച്ച ഫോണുകളിലൊന്നും കാണാത്ത ഒരു രസകരമായ ഒരു ഫൺ പരിപാടി എന്ന് വെച്ചാൽ, പോർട്രേറ്റ് സെക്ഷനിൽ പോകുമ്പോൾ നെറ്റ് ഫോണിൽ ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ ഒരു AI എന്ന് പറഞ്ഞ മോഡ് വരും. ഈ AI ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ താഴെ കണ്ടോ പല പല സീസൺസ് കാണിക്കുന്നത് കാണാം. ഇതിനെ എന്താ പറയുക, ഓൾ സീസൺ പോർട്രേറ്റ് എന്നാ പറയുന്നത്. ആൻഡ് ഞാൻ ഫോട്ടോ സാമ്പിൾസ് കാണിച്ചു തരാം. ഏതൊരു സമയത്ത് ഇരുട്ടത്തായിക്കോട്ടെ, വെളിച്ചത്തായിക്കോട്ടെ, മഴയത്തായിക്കോട്ടെ, നിങ്ങൾക്ക് ലിറ്ററലി മഞ്ഞ് കൊണ്ടുവരാം. ഒരാൾ വേണമെന്നൊന്നുമില്ല, ചുമ്മാ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ പോലും, ഇപ്പം എൻ്റെ അവിടുത്തെ പാർക്കിൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ ആ പാർക്കിൽ സ്ലൈഡിൻ്റെ മുകളിൽ കാണുന്ന ഒരു മഞ്ഞ് പോലും ഇത്ര ഒറിജിനാലിറ്റി നടക്കുന്നുണ്ട്. സോ സംഭവം എങ്ങനെയാ വെച്ചാൽ, നിങ്ങൾ പ്രിവ്യൂ കാണുന്ന സമയത്ത് ഈ ഒരു AI മോഡ് വെച്ചിട്ട് ഫോട്ടോ എടുക്കുക, അതിനുശേഷം അത് ഇതിൻ്റെ സെർവറിലേക്ക് അപ്ലോഡ് ചെയ്ത് പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്ത് തരും. അങ്ങനെയാണ് ഈ ഒരു AI പരിപാടി വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഒരു എന്താ പറയുക, ഓൾമോസ്റ്റ് 90% ഓഫ് ദ ടൈം ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് വരുന്നത്. പിന്നെ ഒരു അൾട്രാ വൈഡ് ക്യാമറയുണ്ട്, അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഫോട്ടോ എടുക്കാം. വീഡിയോ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന സമയത്ത് ബാക്ക് ക്യാമറയിൽ ടെലിഫോട്ടോയിലും നിങ്ങൾക്ക് 4K 60 FPS സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസ് എടുക്കാൻ പറ്റും. പക്ഷേ അൾട്രാ വൈഡ് ക്യാമറയിൽ 1080p 30 FPS വീഡിയോ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. സോ ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ 4K 60 FPS ഇട്ടേക്കുന്നത് താഴെ നിങ്ങൾക്ക് 1x 2x 3x മാത്രമേ കാണുന്നുള്ളൂ. 1080p 60 FPS ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 0.6x ഓപ്ഷനും കൂടി വരുന്നുണ്ട്. ഐ മീൻ 30,000 രൂപയ്ക്ക് താഴെയുള്ള ഫോണുകളിലൊക്കെ നിങ്ങൾക്ക് അൾട്രാ വൈഡിൽ 4K കൊടുക്കുന്നുണ്ട്. ദാറ്റ് കുഡ് ഹാവ് ബീൻ ദെയർ. ഒരു ക്യാമറ സെൻട്രിക് ഫോൺ എന്ന് പറയുമ്പോൾ, ബട്ട് യാ ദാറ്റ്സ് നോട്ട് ദെയർ. അതേപോലെ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ട സമയത്ത് അതിൻ്റെ ഒരു കമൻറ്റ് ഞാൻ കണ്ടു, ഫ്രണ്ട് ക്യാമറ പോരാ എന്ന്. ഈ ഫ്രണ്ട് ക്യാമറ പോരാ എന്ന് ആൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയ്ക്ക് യാതൊരു കുഴപ്പമില്ല. ഇതിൻ്റെ ഫോട്ടോസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട് ക്യാമറയിൽ ഓട്ടോ ഫോക്കസ് ഉണ്ട്, നല്ല ഡീസൻ്റ് ആയിട്ടുള്ള സെൽഫീസ് എടുക്കുന്നുണ്ട്, 4K 60 FPS വീഡിയോസ് ഫ്രണ്ട് ക്യാമറ എടുക്കാനും പറ്റുന്നുണ്ട്. എനിക്കൊരു പ്രശ്നവും തോന്നിയില്ല. സോ ക്യാമറ ഒരു പ്രയോറിറ്റി ആണ് എന്നുണ്ടെങ്കിൽ ടോപ്പ് ക്ലാസ് പെർഫോമൻസ്. പക്ഷേ പെർഫോമൻസ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ചിപ്സെറ്റ് Dimensity 9300 പ്ലസ് ചിപ്സെറ്റ് ആണ്. 9300 അല്ല, 9400 അല്ല, ഞാൻ ഒരു മിഡിൽ ഗ്രൗണ്ട്. ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം, ഇത് ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഗെയിമിംഗ് ഓറിയന്റഡ് സ്മാർട്ട് ഫോൺ അല്ല. ഇത് പ്രൈമർലി X200 സീരീസ് ഒക്കെ ഫോക്കസ് ചെയ്തിരിക്കുന്ന ക്യാമറയിലാണ്. ക്യാമറ സെൻട്രിക് ഫോണിൽ നിങ്ങൾക്ക് അതിന് വേണ്ട ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് വരുന്ന ചിപ്സെറ്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. AnTuTu സ്കോർ നോക്കി ഓൾമോസ്റ്റ് 1.9 മില്യൻ്റെ സ്കോറാണ് വരുന്നത്, വിച്ച് ഇസ് നോട്ട് ബാഡ്. പക്ഷേ ഫോർ ദ പ്രൈസ് സ്നാപ്ഡ്രാഗൺ 808 ഒക്കെ കൊടുക്കുന്നുണ്ട്. ദാറ്റ് കുഡ് ഹാവ് ബീൻ ഗ്രേറ്റ്. ബട്ട് ഡേ ടു ഡേ യൂസിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. നോർമൽ യൂസിലൊക്കെ ലാഗ്, ഗ്ലിച്ച് ഒന്നും തന്നെ ഇല്ല. ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഇന്റർഫേസ് ആണ് വരുന്നത്, ഒരു കുഴപ്പമില്ല. ഭയങ്കര എന്താ പറയുക, നല്ല നല്ല രസമാണ് ഇത് ഉപയോഗിക്കാനായിട്ട്. പക്ഷേ ഞാൻ ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ചെയ്ത് നോക്കി. ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ചെയ്ത സമയത്ത് ഇതിൻ്റെ ഗ്രാഫ് ഞാൻ കാണിച്ചു തരാം. സോ ഏകദേശം ഈ ഒരു രീതിക്കാണ് ത്രോട്ട്ലിംഗ് ടെസ്റ്റിൽ ഗ്രാഫ് വന്നത്. ആൻഡ് യെസ്, ടെമ്പറേച്ചേഴ്സ് ഓൾമോസ്റ്റ് ഒരു 44, 45, 46 ഡിഗ്രീസ് വരെയും പോകുന്നുണ്ടായി. AnTuTu സ്കോർ ഞാൻ റൺ ചെയ്ത് നോക്കി. AnTuTu സ്കോർ റൺ ചെയ്ത സമയത്ത് പോലും ആ ഒരു ടെമ്പറേച്ചേഴ്സ് അത്രയും പോകുന്നുണ്ട്, വിച്ച് മീൻസ് വാം ആവുന്നുണ്ട്. ഹെവി ടാസ്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രോസസറിനെ ഭയങ്കരമായിട്ട് ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് എനിക്ക് വാംത്ത് തോന്നിയത്. നോർമൽ ടാസ്ക് ചെയ്യുമ്പോൾ ഒന്നും ഇങ്ങനെ തോന്നിയിട്ടില്ല. ക്യാമറ യൂസ് ചെയ്യുമ്പോൾ ഔട്ട്ഡോർസിൻ്റെ ആ ഒരു സമയത്തും ചെറുതായിട്ടൊന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ 6.3 ഇഞ്ചിൻ്റെ സ്ക്രീനുള്ള ഈ കുട്ടി ഫോണിൽ നിങ്ങൾക്ക് 6500 mAh ഒരു വലിയ ബാറ്ററിയാണ്, സിലിക്കൺ കാർബൺ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യത്തിലും ഐ വുഡ് സേ ഇറ്റ്സ് എക്സെപ്ഷണൽ. കാരണം ഒരു ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ യൂസർ ആണെങ്കിൽ 2 ദിവസമൊക്കെ പുല്ല് പോലെ പോകും. ഒരു ഹെവി യൂസറാണ്, ക്യാമറ കൂടുതൽ ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി 1 ഡേ സുഖമായിട്ട് നിങ്ങൾക്ക് നിൽക്കും. 1.5 ഡേ വരെ നോക്കാനായിട്ട് പറ്റും. എന്തായാലും ബോക്സിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു ചാർജറാണ് വരുന്നത്, 90 വാട്ടിൻ്റെ ഫ്ലാഷ് ചാർജറാണ്. ഇത് PD ചാർജർ അല്ല കേട്ടോ, നോർമൽ ടൈപ്പ് A to Type C കേബിളാണ്. അപ്പോൾ അതിൽ കുത്തി നിങ്ങൾക്ക് ചാർജ് ചെയ്യാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ ആദ്യം ചാർജ് ചെയ്തപ്പോൾ ഭയങ്കര സ്ലോ ആയിട്ടാണ് ചാർജ് ചെയ്യുന്നുണ്ടായേ. പിന്നെ ഞാൻ മനസ്സിലായി ഇതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് ഇവിടെ ഈ ബാറ്ററി എടുത്തിട്ട് ഇതിനകത്ത് ബാറ്ററി ഹെൽത്ത് ആൻഡ് ചാർജിങ്ങിനകത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ ഫാസ്റ്റ് ചാർജിങ്ങിന് ടോഗിൾ ഉണ്ട്, അത് ഓൺ ആക്കണം, എന്നാൽ മാത്രമേ ഫാസ്റ്റ് ചാർജിങ് ആവുള്ളൂ. കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഇനി സോഫ്റ്റ്വെയർ വൈസ് FunTouch OSലാണ് വരുന്നത്. FunTouch OS ശോകമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം ഐ വുഡ് അപ്രീഷിയേറ്റ്, ഇതിനകത്ത് ബ്ലോട്ട്വെയർസ് ഔട്ട് ഓഫ് ദ ബോക്സ് നമ്മൾ ഓൺ ആക്കി വരുമ്പോൾ തന്നെ കുറേ ആപ്സ്, ഗെയിംസ്, ഹോട്ട് ആപ്സ്, ആ വക പരിപാടികളൊന്നും ഇല്ല കേട്ടോ. സോ ദാറ്റ് ഇസ് ഗ്രേറ്റ്. പക്ഷേ VApp സ്റ്റോർ ഉണ്ട്. ഈ ഒരു VApp സ്റ്റോർ ഞാനിപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇത് ഞെക്കി പിടിച്ച ആപ്പ് ഇൻഫോ പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കാണാൻ പറ്റും. ആ നോട്ടിഫിക്കേഷൻസ് ഓഫ് ആക്കിയാണ് ഇട്ടേക്കുന്നത്. യു ക്യാൻ ഡു ദാറ്റ് ടു. അതേപോലെ ഒരു ബ്രൗസർ ഉണ്ട് ഇവരുടെ. ആ ഒരു ബ്രൗസർ ഇങ്ങനെ ഞെക്കി പിടിക്കുക, ആപ്പ് ഇൻഫോയിൽ പോവുക, എന്നിട്ട് നോട്ടിഫിക്കേഷൻ ഇതിങ്ങനെ ഓഫ് ആക്കി ഇട്ടേക്കുക.
ദാറ്റ്സ് ഇറ്റ്. പിന്നെ നിങ്ങൾക്ക് യാതൊരു ശല്യം ഉണ്ടാവില്ല. പക്ഷേ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് മണ്ടത്തരങ്ങളൊന്നും കാണിച്ചു വെക്കരുത്. കാണിച്ചു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അനാവശ്യമായിട്ട് എന്തെങ്കിലും ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ആയി പോയേക്കാം. ബട്ട് സ്റ്റിൽ ഐ വുഡ് സേ മറ്റ് UI കമ്പയർ ചെയ്യുന്ന സമയത്ത് there are scopes of കുറച്ചുകൂടി ഒരു റിഫൈൻമെൻറ്റ് കൊടുക്കാം. സ്മൂത്ത്നെസ് ആനിമേഷൻ വൈസ് ഒന്നും ഒരു കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടി ഒന്ന് ഒരു അപ്ഡേറ്റ് ആക്കാം അല്ലേ? അപ്ഡേറ്റ് ആക്കാനുള്ള സമയമായി എന്ന് എനിക്ക് തോന്നുന്നു. വാട്ട് ഡു യു തിങ്ക്? സോ ഗുഡ് ബാറ്ററി, കംഫർട്ടബിൾ, ലോങ് ടൈം യൂസ് ചെയ്യാൻ, കുറേ നേരം ഫോൺ കൈ പിടിച്ച് കുത്തി തോണ്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് ഒരു കുഴപ്പമില്ലാതെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി IP68 റേറ്റിംഗ്, IP69 റേറ്റിംഗ് ഒക്കെ ഉണ്ട്. സോ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഒക്കെയാണ്. അതിലൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല. UI ഒന്ന് സെറ്റാക്കണം എന്ന് പറഞ്ഞു. കൂടാതെ സെറ്റാക്കാൻ പറ്റിയിരുന്ന അല്ലെങ്കിൽ ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് കിട്ടാത്ത സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് വയർലെസ് ചാർജിങ് കിട്ടൂല. സോ വയർലെസ് ചാർജിങ് ഇതിലില്ല. ബട്ട് ദാറ്റ് ഈസ് സ്റ്റിൽ ഫൈൻ ബിക്കോസ് 6500 mAh ബാറ്ററി ഉണ്ടല്ലോ. സോ ചാർജിങ് തന്നെ വല്ലപ്പോഴേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ആൻഡ് 1 hourൽ ഇത് ഈ ഒരു ചാർജർ വെച്ച് ചാർജ് ആവുന്നതുകൊണ്ട് ആരെങ്കിലും വയർലെസ് ചാർജിങ് ഓപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഓക്കെ. ബട്ട് USB 2.0 ആണ്, ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. പിന്നെ Wi-Fi 6 കിട്ടുന്നില്ല. NFC കിട്ടുന്നുണ്ട്, ദാറ്റ് ഈസ് ഗുഡ്. പക്ഷേ eSIM-ന്റെ സപ്പോർട്ട് കിട്ടുന്നില്ല. ഇനി ഞാൻ പോസ്റ്റ് ഇട്ട സമയത്ത് പല ആൾക്കാരെയും ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ച ഒരു സംഭവമാണ്, ഈ ഫോണിനകത്ത് 50,000 രൂപയുടെ ഫോണാണല്ലോ, ഇതിനകത്ത് UFS 3.1 കൊടുത്തിട്ടുള്ളൂ. ചില ആൾക്കാരെ കമന്റ് UFS 3.1 ജോക്കറിൻ്റെ പടമൊക്കെ. സോ ജനറൽ ആയിട്ട് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഐ ഡോണ്ട് നോ ഈ ഒരു മെൻറ്റാലിറ്റി എങ്ങനെയാണ് ആൾക്കാരുടെ ഇടയിൽ പെട്ടതെന്ന്. കാരണം പണ്ടൊന്നും ഇത് ഉണ്ടായില്ല. ഈ അടുത്താണ് ഈ ഒരു സംഭവം വന്നത്. UFS 3.1 ഈ പ്രൈസിന് UFS ഇത് കൊടുക്കണം, ഈ പ്രൈസിന് UFS അത് കൊടുക്കണം. ഈ കമൻ്റ് ഇടുന്ന ആൾക്കാർക്ക് പലർക്കും പ്രാക്ടിക്കലി ലൈഫിൽ UFS 3.1 UFS 4 തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ ഉപയോഗം വരിക പോലും ഇല്ല. ഇത് നമ്മുടെ അൺടുട്ടൂടകത്ത് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറേജ് ടെസ്റ്റാണ്. ഇതിൻ്റെ സ്കോർ കണ്ടോ, 12,500. 12,500 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പെർഫോമൻസ് ആണ്. ഇനി ഈ UFS 3.1 നിങ്ങൾക്കൊരു പ്രശ്നമാവുന്നത് എപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഡെയിലി നിരന്തരം 10 GB കൂടുതൽ ഫയലുകൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാനുണ്ട് ഫോണിനകത്ത്. അതായത് ഒരു സ്ഥലത്ത് നിന്ന് കോപ്പി ചെയ്ത് ഒരു സ്ഥലത്ത് ഡെയിലി നിങ്ങൾ 10 GB ഫയലൊക്കെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നവരാണ്. 8K വീഡിയോ, 4K അല്ല കേട്ടോ, 8K. നിങ്ങളുടെ ഈ ഫോണിന് 8K എടുക്കാൻ പറ്റില്ല, ഈ ഫോണിന് 4K എടുക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് 8K വീഡിയോ ഫുട്ടേജ് ഇപ്പോൾ നിങ്ങൾ എവിടെ നിന്നെങ്കിലും ഒപ്പിച്ചിട്ട് അത് നിങ്ങളുടെ ഫോണിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അതിനുശേഷം നിങ്ങൾ ഈ ഫോണിനകത്ത് 8K വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് UFS 3.1 കുറച്ച് പ്രശ്നക്കാരനായിട്ട് തോന്നും, കുറച്ചുകൂടെ സ്മൂത്തായിട്ട് UFS 4 ഓടും. അല്ലാത്ത പക്ഷെ ഒരു സോഷ്യൽ മീഡിയ യൂസർ ട്വിറ്റർ നോക്കുന്നു, വാട്സാപ്പ് നോക്കുന്നു, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ബ്രൗസ് ചെയ്യുന്നു, ആൻഡ് നോർമലി നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കുന്ന ഗെയിമുകൾ കളിക്കുന്നു, മൾട്ടി ടാസ്കിങ്, റെഗുലർലി നമ്മൾ ചെയ്യുന്ന മൾട്ടി ടാസ്കിങ് ചെയ്യുന്നു, 4Kയിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നു, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് UFS 3.1 കൊടുത്താലും UFS 4 കൊടുത്തു കഴിഞ്ഞാലും തിയററ്റിക്കലി പേപ്പറിൽ ചിലപ്പോൾ UFS 3.1 ഡബിൾ സ്പീഡ് UFS 4 ഉണ്ടാവുമെങ്കിലും പ്രാക്ടിക്കലി ഉപയോഗിക്കുന്ന സമയത്ത് ഒരു വ്യത്യാസവും തോന്നൂല. ഐ ഡോണ്ട് നോ വൈ പീപ്പിൾ ആർ ഒബ്സസ്ഡ്. UFS 3.1 അല്ലേ കൊടുത്തുള്ളൂ, 4 കൊടുക്കാമായിരുന്നു. ആൻഡ് ഓൾസോ പറയുന്ന കാര്യമാണ് ലോങ് ടേം UFS 3.1 ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1 വർഷത്തിന് ശേഷം ഫോൺ സ്ലോ ആവില്ലേ? അപ്പോൾ ഇതെന്താ അലിഞ്ഞു പോകുന്ന വല്ല സാധനമാണോ ഇതിനകത്ത് കിടക്കുന്നത്? ഇതിനൊക്കെ റീഡ് റൈറ്റ് സൈക്കിൾ ഉണ്ട്. അതായത് ഒരു സ്റ്റോറേജിന് റീഡ് റൈറ്റ് സൈക്കിൾ എന്നൊക്കെ പറയുന്നത് ഭയങ്കര കൂടുതലാണ്. ഈ മുഴുവൻ സൈക്കിളൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വർഷങ്ങളെടുക്കും. അപ്പോൾ അത്ര പെട്ടെന്നൊക്കെ സ്റ്റോറേജ് അങ്ങനെ ഡീഗ്രേഡ് ഒന്നും ആയി പോവില്ല. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം 1 വർഷത്തിന് ശേഷമൊക്കെ നിങ്ങൾക്ക് ഫോണൊക്കെ ലാഗ് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ സ്റ്റോറേജ് ഫുള്ളാവുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് നിങ്ങളുടെ ഫോണിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. നിസ്സാരമായിട്ട് ഫോണിൽ ഫാക്ടറി റീസെറ്റ് ചെയ്ത് ഒന്നും കൂടെ യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ മേടിച്ചപ്പോൾ എപ്പോഴാണോ അതേ ഒരു സ്പീഡിൽ തന്നെ വീണ്ടും കിട്ടും. സോ അത് കാരണം നിങ്ങൾ ഒരു ഫോൺ അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഞാൻ ഇതിനെപ്പറ്റി കുറേ സംസാരിച്ചു, കുറേ നാളായി ഞാൻ ഇതിനെപ്പറ്റി പറയണം എന്ന് വിചാരിച്ചിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ ഫ്ലാഷ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ ഫ്ലാഷ് ഒന്നുമില്ല. ബോക്സിനകത്ത് PD ചാർജർ അല്ല. PD ചാർജർ ഞാൻ കുത്തി നോക്കി. PD ചാർജർ ടൈപ്പ് സി ടു ടൈപ്പ് സി ആ ഒരു ചാർജർ അല്ലേ, അത് കുത്തി നോക്കി, അതിനകത്ത് ഫാസ്റ്റ് ചാർജ് ആവില്ല കേട്ടോ. ഞാനൊരു വ്യത്യസ്തമായ ഒരു കമന്റ് കണ്ടു. അതായത് ഈ ഫോൺ ഭയങ്കര ഫെയിലിയർ ആയിരിക്കും, കാരണം മിനി ഫോൺ കുറേ ഇറക്കി, ഇതിന് മുന്നേ ഐഫോണൊക്കെ മിനി ഇറക്കിയിട്ട് പാളിപ്പോയതാണ്. എനിക്കറിയില്ല കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കൽ, ഇതൊരു മിനി ഫോൺ അല്ല. ഇത് കണ്ടോ, ഇത് Google Pixel 9a ആണ്. Google Pixel 9a സൈസ് നോക്കിയേ, ഇതിൻ്റെ സൈസ് നോക്കിയേ, ഓൾമോസ്റ്റ് ഇത് രണ്ടും ഈക്വൽ സൈസാണ്. കണ്ടോ, വലിയ വ്യത്യാസമൊന്നുമില്ല ഈ രണ്ട് ഫോണുകൾ തമ്മിൽ സൈസ് നോക്കിക്കഴിഞ്ഞാൽ. ഈവൻ iPhone 16 Pro ഇല്ലേ, iPhone 16 Proയും ഇതേ സൈസാണ്. അതുകൊണ്ട് ഇത് ഭയങ്കര കുട്ടി ഫോണാന്ന് തെറ്റിദ്ധരിക്കരുത്. അത്യാവശ്യം വലിപ്പമുള്ള ഫോൺ തന്നെയാണ്, പക്ഷേ വൺ ഹാൻഡ് യൂസിന് ഓക്കെ ആയിട്ടുള്ള ഫോണാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ അധികം B-rolls ഒന്നും ഇല്ലാതെ ഉള്ള കാര്യം സംസാരിക്കുന്ന വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പറയുക, നമുക്ക് ഇനിയും വേറെ ഫോണുകളെ പറ്റിയൊക്കെ ചെയ്യാം. അപ്പോൾ അത്രയുള്ള വീഡിയോ, അടുത്ത വീഡിയോ കാണാം. ബൈ.